മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. KM ഷാജിയാണ് പ്രസംഗിക്കുന്നത്. ഏതെങ്കിലും BJP നേതാവോ ഏതെങ്കിലും CPM നേതാവോ അല്ല പ്രസംഗിക്കുന്നത്. UDFന്റെ ഭാഗമായിട്ടുള്ള അധികാരത്തിലേക്ക് എത്തിയാൽ വേങ്ങരയിൽ നിന്ന് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ജയിച്ചാൽ മന്ത്രിയാവുന്ന ഒരുത്തരാണ് ഈ KM ഷാജി. ഇയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. IS എന്നതിന്റെ നിർവചനം എന്താണ്? ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടമാണ്. അത് തന്നെയല്ലേ മൗലാന മൗദൂദി സാഹിബ് പറഞ്ഞത്, മതരാഷ്ട്രവാദം എന്നത്, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത്. ഈമാൻ പൂർത്തിയാവണമെങ്കിൽ, ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ, ഇവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ്? ഞാൻ ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട്. വ്യാപകമാണ്. മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു, എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു. കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ്. ഞാനിപ്പോ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ്. കേരളത്തിൽ ഇന്ന് വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല, മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല. ഉറുദു പുസ്തകമാണ്, പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ്. എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ്. മുർത്തത്തിനെ വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഞാനത് ഏതായാലും ഇവിടെ അത് ഇറക്കണില്ല. കാരണം എന്താണ്, പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. ഞാനത് ഇറക്കാൻ പോവാണ്. ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു. അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട്. എവിടെയാണ് IS എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത പോയിന്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങളത് വായിക്കണം. മനുഷ്യത്വ വിരുദ്ധതയുടെ മുഴുവൻ അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ വായിക്കോന്ന് പറയാം. എന്നിട്ട് ഇബിലിസ് മാറിക്കണമാതിരി കുറച്ച് ദൂരം മാറി നിന്നിട്ട് ഞങ്ങളൊന്നുമില്ലേ, ഞങ്ങൾ കണ്ടോ സാധുക്കൾ. നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ആശയം മുഴുവൻ തീയല്ലേ? ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ? ഈ ആശയം മുഴുവൻ മാനവികതക്കെതിരല്ലേ? നിങ്ങൾ കേട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ KM ഷാജി ഇന്നലകളിൽ പ്രസംഗിച്ചതാ. ഇത് UDFന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒന്ന് മനസ്സിലാക്കൂല. ഇപ്പൊ ഇത് KM ഷാജി ഇത് അംഗീകരിക്കുന്നു. ഇപ്പൊ KM ഷാജി വേങ്ങരയിൽ മത്സരിക്കുന്നത് ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാ. കേരളത്തിൽ ഉടനീളം UDF ഇന്ന് മത്സരിക്കുന്നത് ഷാജി പ്രസംഗിച്ച രാജ്യവിരുദ്ധരാണ് എന്ന് പറഞ്ഞ, ഇത് മറ്റു മതങ്ങളെ അവർ തേടിപ്പിടിച്ച് തീർക്കുമെന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയെ അനുകൂലിച്ച് ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുകൂടിയാണ് UDF ഇപ്പോ കേരളത്തിൽ ഭരിക്കുന്നത്. പിന്നെ മുസ്ലിം ലീഗുകാരനായിട്ടുള്ള KM ഷാജി ഇന്നലകളിൽ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. മുസ്ലിം ലീഗിലെ അണികൾ തീവ്രത കൂടുതലുള്ള ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് പോകുമോ എന്നൊക്കെ ഭയന്നിട്ടാണ് ഇത്തരത്തിലൊക്കെ പ്രസംഗിച്ചത്. എന്നാൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗൊക്കെ ഒരു കെട്ടായതോട് കൂടിയിട്ട് ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങളൊന്നും നടത്തില്ല. ഇവരൊക്കെ ഒരേ രീതിയിൽ ഒരേ ശൈലിയിലേക്ക് കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. മുസ്ലിം ലീഗ് ഇന്നലകളിലൊക്കെ തന്നെ SDPI എതിർത്തിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയെ എതിർത്തിരുന്നു. എന്നാൽ ഇന്നത്തെ മുസ്ലിം ലീഗ് ഇവരൊന്നും തന്നെ എതിർക്കുന്നില്ല. ഇപ്പൊ SDPI LDF-നൊപ്പാണ് എന്നുള്ളൊരു അശരീരി വന്നത് മുതൽ ചാടി വേണ്ടി SDPI എതിർക്കുന്നുണ്ട്. ഇവരൊക്കെ ഒരു ടീമാണ്. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി, SDPI, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട്, ഈ പറയുന്ന PDP, മുസ്ലിം ലീഗ്, ഇവരൊക്കെ ഒരു ടീമാണ്. ഞാൻ ഈ KM ഷാജി പ്രസംഗിച്ചത് തന്നെ എടുത്ത് മുന്നോട്ട് വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇത് ഏതെങ്കിലും BJP നേതാവ് പറഞ്ഞാൽ പറയോ അത് അവരുടെ രാഷ്ട്രീയമാണ്. ഇനി ഇതേതെങ്കിലും CPM-മാര് പറഞ്ഞാൽ വിളിച്ചു പറയോ അത് LDF-നെ പിന്തുണയ്ക്കാനായിട്ട് തന്നെയാണ് ഇപ്പോ ജമാഅത്തെ ഇസ്ലാമി LDF എതിർക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നാടിന് അപകടമാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി എവിടെ അധികരിക്കുന്നോ അവിടെ നാട്ടിൽ കലാപമായിരിക്കും. ബംഗ്ലാദേശിൽ കണ്ടില്ലേ, മറ്റു മതങ്ങളെ തേടിപ്പിടിച്ച് തീർത്തോണ്ടിരിക്കുക. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ വളരെ കുറവായിരുന്നു. അവർ വളരെ സാധുക്കളായിട്ടാണ് മുന്നോട്ട് പോയിരുന്നതൊക്കെ തന്നെ. അവർ പതുക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ഹോസ്പിറ്റലുകള്, നിരവധി മേഖലകളില് അവര് കൈയടക്കം ചെയ്തു. ഏറ്റവും ഒടുവില് ബംഗ്ലാദേശിൽ അവര് അധികാരത്തിലേക്കും എത്തിയ അതേ രീതിയിൽ നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് ഹോസ്പിറ്റലുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, മാധ്യമങ്ങളുണ്ട്. അവരെല്ലാ രീതിയിലും കേരളത്തിൽ പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ചാടി വീഴുന്നില്ല എന്നേ ഉള്ളൂ. ഈ ഷാജി പറഞ്ഞതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, അവരുടെ സ്ഥാപക നേതാവ് മൗദൂദിയുടെ പുസ്തകങ്ങളൊക്കെ സൗദി അറേബ്യയിൽ പോലും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന മൗദൂദിയെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്, അവന്റെ പുസ്തകങ്ങൾ ഉൾപ്പെടെ. ആ നെറികെട്ട മൗദൂദിയൊക്കെ ലോകത്തിന് തന്നെ നാശം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ആ മൗദൂദിയെ പൊക്കിപ്പിടിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചിട്ടാണ് ഇപ്പോ
നമ്മുടെ കേരളത്തിൽ UDF അധികാരത്തിലെത്താൻ വരുന്നത്. ഈ ഷാജി പറഞ്ഞത് സകല ആളുകൾക്കും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും. മുസ്ലിങ്ങളോട് ഉൾപ്പെടെയാണ് ഈ പറയുന്നത്. ഇന്ന് ഷാജി ഇതൊന്നും എതിരല്ല. ഷാജി ഇന്ന് മൗദൂദിയുടെ തന്തയാവാനുള്ള മത്സരത്തിലാണ് കേരളത്തില്. എങ്ങനെ മതം സമുദായം ഇത് മാത്രമേ ഇപ്പോ KM ഷാജിയുടെ വായിൽ നിന്ന് വരുന്നുള്ളൂ. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ കടത്തിവെട്ടണം, SDPI കടത്തിവെട്ടണം, സകല തീവ്ര ചിന്താഗതിക്കാരുടെയും വോട്ട് തന്നിലേക്ക് എത്താൻ നെട്ടോട്ടത്തിലാണ് KM ഷാജി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെട്ടോട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇയാളൊക്കെ മന്ത്രിയായാൽ നമ്മുടെ കേരളത്തിലെ മറ്റു മതസ്ഥരുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ചിന്തിക്കില്ലേ? സമുദായത്തിന് വേണ്ടി തന്നെയാണ് UDF അധികാരത്തിലെത്തേണ്ടത് എന്ന് നിരവധി തവണ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഈ KM ഷാജി. നിരവധി തവണ മതം മാത്രമാണ് ഉയർത്തിപ്പിടിക്കുക എന്നൊക്കെ നിരവധി തവണ പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് KM ഷാജി. പെരിന്തൽമണ്ണയിലെ വനിതാ മുസ്ലിം ലീഗിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമായിട്ട് മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാമിൽ നിന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ജനാധിപത്യ ബോധമൊന്നുമില്ല, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ബോധ്യമില്ല, ഞങ്ങൾ മതത്തിന്റെ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഐക്യപ്പെട്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ഈ മുസ്ലിം ലീഗും ഈ UDF ഒക്കെ കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ഈ ഷാജി പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോ ഷാജിയുടെ ഒക്കെ തോളോട് തോള് ചേർന്ന് വറക്കുക. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിൽ കലാപത്തിന് ശ്രമം നടത്തൂലേ? പല രീതിയിൽ അവരുടെ ഒരു ഐക്യം അവര് ഉണ്ടാക്കില്ലേ? ഇന്നലകളിൽ എതിർത്തിരുന്ന KM ഷാജിയെ പോലും ജമാഅത്തെ ഇസ്ലാമി കൂട്ടിപ്പിടിച്ച് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഒരക്ഷരം പറയാതിരിക്കാനുള്ള രീതിയിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ തന്ത്രത്തിലൂടെ കാര്യങ്ങൾ കേരളത്തിൽ സാധിച്ചില്ലേ? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതാ. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വാതോരാതെ പറഞ്ഞിരുന്ന KM ഷാജിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ തന്തയാവാനുള്ള ക്വാളിറ്റിയോടുകൂടി ജമാഅത്തെ ഇസ്ലാമി ഷാജിയെ വളർത്തിയില്ലേ? ഇതൊക്കെ മലയാളി വലിയ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. ഇത്തവണ ആരധികാരത്തിലെത്തിയാലും UDF അധികാരത്തിലെത്താതിരിക്കണം എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ മതേതര ബോധമുള്ള, മതങ്ങളെ ഉൾക്കൊള്ളുന്ന, എല്ലാ മതങ്ങളോടും ബഹുമാനമുള്ള, എല്ലാവരെയും ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് പോലും UDFന് അനുകൂലമായിട്ട് ഒരു കാര്യം പോലും ചെയ്യരുത്. കാരണം അത് നാട് നശിപ്പിക്കുക മാത്രമേ ഉള്ളൂ. ഈ UDF അധികാരത്തിലെത്തിയാൽ ഈ KM ഷാജിയെ പോലും ജമാഅത്തെ ഇസ്ലാമി അവരുടെ വരുതിയിൽ കൊണ്ടുവന്നു. ഇന്നല്ലെങ്കിൽ നാളെ ജമാഅത്തെ ഇസ്ലാമി സകലതിനെയും കൈയടക്കം ചെയ്യും. UDF ഒക്കെ അധികാരത്തിൽ വന്നാൽ. ഇതൊക്കെ കേട്ടിട്ട് KM ഷാജിയുടെ നിരവധി പ്രസംഗങ്ങൾ കേട്ടതല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിപ്പോ കുറച്ച് മുമ്പേ ഉള്ളതാ. ജമാഅത്തെ ഇസ്ലാമി UDFിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ സതീശൻ പറയുന്നു ജമാഅത്തെ ഇസ്ലാമി എന്തു ചെയ്യുന്നു. ഈ KM ഷാജിയുടെ പ്രസംഗമെങ്കിലും ഒന്ന് ഈ സതീശൻ കേട്ടിരുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങ് ഇത്തരത്തിൽ വെളുപ്പിക്കോ? അധികാരത്തിന് വേണ്ടി ഏത് പച്ച വർഗീയതയും സതീശന് കുമ്പിട്ട് നിൽക്കും എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക.